ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഇങ്ങനെ വരുള്ളൂ എന്ന് ഞാൻ നന്നേ പറഞ്ഞല്ലേ. വേറെ ഒന്നുമല്ല, നമ്മളെ അനുമോളുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴേ നമ്മളെ PR അണ്ണം പോയിട്ട് എല്ലാ ചാനലുകളെയും പോയിട്ട് അങ്ങോട്ട് പോയി കാണുകയാണ്. ഒന്ന് എൻ്റെ വീഡിയോ ഇടണേ എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ അറിയുക, അനുമോളെ പറ്റിയിട്ട് കുറച്ച് കുറ്റം പറയാനുണ്ട് പോലും ആയിരുന്നു. ഇത്രയും നാളും ആ അനുമോളുടെ ഉപ്പും ചോറും നക്കിയിട്ട് ഇപ്പം പോയിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് കുറ്റം പറയുന്നു. ഇവൻ്റെയൊക്കെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഈ അനുമോളെ താങ്ങി നടക്കുന്നതെന്ന് പറയുന്ന കുറേ ആൾക്കാരുടെ സ്വഭാവം ഇപ്പോൾ അനുമോൾക്ക് മനസ്സിലായില്ലേ? അതായത് ഇവരൊക്കെ മാറാനും തിരിയാനും വേണ്ടിയിട്ട് ഒരു മിനിറ്റ് മതി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വേറെ ഒന്നും വേണ്ട, ഒരു മിനിറ്റ് മാത്രമേ പോയിട്ട് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവർക്കും മനസ്സിലായി അനീഷ് തന്നെയാണ് വിജയ്. ഇതിൻ്റെ ഉള്ളിൽ കളിച്ചവനും പിടിച്ചവനും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പൈസയും കിട്ടുന്നില്ല. പൈസ കിട്ടാതിരിക്കുമ്പോഴേക്ക് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വഴിക്കും പോയി ഇപ്പോഴെന്ന് പറയുന്ന കുറ്റം പറഞ്ഞിങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പോഴും അവന് പോയിട്ടെന്നാൽ എല്ലാ കാര്യങ്ങളും ഇനി തുറന്നു പറയും, എങ്ങനെയാണ് കപ്പ് കിട്ടിയത് എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നുണ്ടാവുക. അപ്പം അതിൻ്റെ ഉള്ളിലെ കുറേ കള്ളക്കളിയും കൂടി ഇങ്ങനെ വെളിയിൽ വരും. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഈ പൈസ വന്നു കഴിഞ്ഞതിന് ശേഷം പൈസ കൊടുക്കാതെ കൊണ്ടുള്ള പ്രശ്നമായത്. അതായത് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വാഗ്ദാനങ്ങൾ ചെയ്ത പൈസയൊന്നും കിട്ടിയില്ല എന്ന് ഇതിനിടയ്ക്ക് നെവിനങ്ങാറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ പൈസയൊന്നും ആരും തന്നിട്ടില്ല എന്ന്. അതായത് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മറവി രോഗം ബാധിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ളപ്പോൾ സ്നേഹം, തേനെ, പാല് ഇതൊക്കെ ആയിരുന്നു. അതുപോലെ ലാലേട്ടൻ്റെ മുന്നിൽ കറിയ 10,000 എന്ന് പറഞ്ഞ തിലകനൊരു സിനിമയിൽ പറയുന്നില്ല, അതേപോലെയായിരുന്നു. ഞാൻ 1.5, ഞാൻ 15,000 ഇങ്ങനെയൊക്കെ പറയുന്ന ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് കേൾക്കുന്നത് ഒന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല കേട്ടാ. കാരണം എന്താ വെച്ചാൽ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഓരോ വാഗ്ദാനങ്ങൾ ചെയ്തതായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അനുമോളൊക്കെ ഏറ്റവും വലിയൊരു കുരിശായി മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ PR തന്നെയാണ്. ഇപ്പോഴെന്നല്ല, അവർക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ കപ്പിൻ്റെ ആ ഒരു ഇതുപോലും ഇല്ലാതാക്കി കഴിഞ്ഞത് ഈ PR തന്നെയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നും കളിച്ചത് PR ആണ്, ഇതിൻ്റെ പുറത്ത് കളിച്ചതും PR ആണ്. ഇതിലെന്താ സംഭവിച്ചതെന്നറിയാം, ഈ 12 വർഷം കൊണ്ട് അനുമോൾ ഉണ്ടാക്കിയെടുത്ത പേരും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോയി കിട്ടി. പൈസ ഉണ്ടാകും കുറേ, അതായത് കോടികൾ ചിലപ്പോൾ കയ്യിലുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ കപ്പ് നമ്മൾ എന്നും നോക്കിയിട്ട് ഒളിമ്പ്യനായിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും ആ കപ്പ്. അതൊക്കെ നമ്മൾ ശരി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, അതായത് നമ്മളൊരു നല്ല കാര്യം പോലും ചെയ്തില്ലല്ലോ. ഈ കണക്കിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അനുമോൾക്ക് കപ്പ് കിട്ടാതിരിക്കുന്നതിന് നല്ലത്. കപ്പ് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയി ചെന്ന് കഴിഞ്ഞാലും ഈ കൂക്കുവിളിയും, അതുപോലെ തന്നെ അനീഷാണ് ഇപ്പോഴും താരമായിട്ട് നിൽക്കുന്നത്. എവിടെ പോയി കഴിഞ്ഞാലും അനീഷാണ് താരം, അതുപോലെ അനീഷിനാണ് കപ്പ് എന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോഴും ഈ PR മാമനെല്ലാം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോഴും ഒരു ചാനലിനെക്കാട്ടും ഞാൻ കണ്ടു PR-ന് എന്നോട് പറയാനുള്ളത് എന്ന്. എന്ത് മാങ്ങാത്തോലി ഇവന് പറയാനുള്ളത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇവനെയൊക്കെ PR ഏൽപ്പിച്ചതും വളർത്തിയതൊക്കെ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ അനുമോളെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, യുവമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കള്ളന്മാർ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും നഷ്ടം പറ്റിയത് 12 വർഷത്തെ അതങ്ങ് പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനി തിരിച്ചു കിട്ടത്തേ ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൃത്യമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെന്നും, അതുപോലെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കള്ളവോട്ടിലൂടെ നേടിയതാണെന്നും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ അനുമോളെ വിടാതെ പിന്തുടരും. നീയല്ലേ മറ്റേ അനീഷിനെ പറ്റിച്ചിട്ട് മറ്റേ കപ്പെടുത്ത് കൊണ്ട് ഓടിയതെന്ന് പറയും. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കാരണക്കാരനാരാണ്? PR എന്ന് പറയുന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ ചങ്ങാതി തന്നെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു കള്ളത്തരം വെളിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെവി അറിയാതെയല്ലേ ചെയ്യുക? ഇതെന്ന് പറയുന്ന എല്ലാം വിളിച്ചു പറഞ്ഞ് പുറത്ത് വന്നിട്ട് ഇപ്പോൾ അവനും എന്താണ് പറയേണ്ടത്, അവനൊരു നല്ല പേരും കിട്ടി. പിന്നെ എന്താ പറയുക, ഈ നമ്മുടെ അനുമോളക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കെട്ട പേരുമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അനുമോളെ ആയിരിക്കും വേണ്ട. അതായത് ആദ്യം താങ്ങി നടന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ PR മാമൻ്റെ കൂടെയാണ് കൂടുക. കാരണം ഇവരെല്ലാം വിചാരിച്ചത് എന്താ വെച്ചാൽ, അനുമോൾ അറിഞ്ഞു വന്നപാടെ നമുക്കെല്ലാം കൂടിയിട്ട് ഒരു സദ്യ തരുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അനുമോളാണെങ്കിൽ സദ്യയും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. എന്തിനധികം പറയുന്നത്, ഒന്ന് വിളിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ യുവമാർക്ക് ശരിക്കും അനുമോളോട് നല്ല വൈരാഗ്യവും ദേഷ്യമാണ് ഇപ്പോഴേ. പിന്നെ അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അനീഷിനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ ചോദിക്കുമല്ലോ, ഇപ്പോൾ എന്തായി മക്കളെ, നിങ്ങൾ കുറേ നാൾ അനീഷിനെ ഇട്ടങ്ങ് ഉരുത്തിയതല്ലേ? അതായത് ഇവർ കപ്പ് മേടിച്ച് കപ്പ് അനീഷിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടതല്ലേ, എവിടുന്നോ പൊക്കിക്കൊണ്ട് വന്നൊരു ഭാര്യനെ വരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അയാളൊരു കല്യാണം കഴിച്ച് അത് ഡിവോഴ്സായി, അത് പിന്നെ അവരാണെങ്കിൽ വേറെ പോയിട്ട് നല്ല ജീവിതം, അവരുടേതായ ജീവിതം ജീവിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആദ്യത്തെ ഭാര്യയൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു ഒരു സൈബർ ബുള്ളിങ് ഒക്കെ നടത്തി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാമിൻ്റെ എല്ലാം കളിയാന്ന്, PR മാമിൻ്റെ എല്ലാം കളിയാന്ന്.
ഇതൊക്കെ നമുക്കറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അനീഷിൻ്റെ ഒരാൾ പോലും മാന്യത വിട്ടിട്ട് എന്ന് പറയുന്ന ഒരാൾ പോലും പെരുമാറിയിട്ടില്ല. ഇതിനിടയ്ക്ക് ഏതോ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തൊരു വോയിസ് ക്ലിപ്പും കൊണ്ടൊക്കെ വന്നപ്പോഴും നമ്മളെല്ലാവരും പറഞ്ഞത് എന്താ, അനീഷ് ഇത് അറിയില്ല, അനീഷ് ഇങ്ങനെ ചെയ്യത്തില്ല, അനീഷിനെ സ്നേഹിക്കുന്നവരും ഇങ്ങനെ ചെയ്യത്തില്ല. അതായത് കപ്പ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കപ്പ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ തെണ്ടിത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നേരെ മറിച്ച് അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത്? അവരെന്ന് പറയുന്നത് ഓരോ വീഡിയോൻ്റെ അടിയിലും വന്നിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ എഴുതുക, പച്ച തെറികൾ എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമ്മളെ PR മാമൻ ഇനി തുറന്നു പറയാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലാലേട്ടൻ വരെ പെട്ടുപോകും ചിലപ്പോഴേ. കാരണം ലാലേട്ടന് വരെ പങ്കുണ്ട് എന്നുള്ളൊരു സംശയമല്ലേ വരുക. ഇപ്പോൾ കപ്പ് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഇവിടെ വർക്ക് ചെയ്തത്, എനിക്ക് ഇത്തിരി സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഈ പ്രോഗ്രാമിൻ്റെ ലീക്ക് നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ വലിയ കളികളാണ് നടക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ PR-നെ കൊണ്ടും അനുമോളെ കൊണ്ടും ഇപ്പം ഏറ്റവും തകർന്നിരിക്കുന്നത് ലാലേട്ടനും അതുപോലെ ബിഗ് ബോസും തന്നെയാണ്. ഇനി ഇവർക്ക് ഒരാളോട് വോട്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരുത്തിനോട് ഇനിയിപ്പോൾ നിങ്ങൾ നാളെ വോട്ട് ചെയ്യണം, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആളെ ജയിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം എന്താണ്, PR-നെ തന്നെ അനുകൂലിച്ചു കൊണ്ടാണ് ഇവരെല്ലാം സംസാരിച്ചത്. എന്നാൽ നേരെ മറിച്ച് PR-നെ തള്ളുന്നു, PR-നെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. ഇതെന്ന് പറയുന്ന PR-കളും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോട്ടെ, ഇനി ബിഗ് ബോസ് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പണയം വെച്ച് കുറച്ച് പൈസ എടുത്തിട്ട് ഒരു PR-ന് കൊടുക്കുക, എന്നിട്ട് ഓനോട് പറയാം നീ ഒരു കാര്യം ചെയ്യണം, എവിടെ പോയിട്ടെങ്കിലും കുറച്ച് വോട്ട് പിടിക്കണം എന്ന് പറയുക. അതല്ലേ നല്ലത്, അതല്ലേ ചെയ്യേണ്ടതെന്നാൽ. അപ്പം അങ്ങനെ പ്രോത്സാഹനം കൊടുത്തത് ആരാന്ന്? ഏഷ്യാനെറ്റ് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് പറയുകയാണ്, അവർ തന്നെ അവരുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഒരാളോട് പോലും പറയാൻ പറ്റില്ല ഞാൻ വോട്ട് ചെയ്യത്തില്ല, ഞാൻ വോട്ട് എന്ന് പറയുന്ന ഇടപാടിന് നിൽക്കത്തില്ലായിരുന്നു. കാരണം എന്തിനാ നമ്മൾ ചെയ്യുന്നത്? വെറുതെ അവിടെ ആരെങ്കിലും ഒരാൾ ജയിക്കും, പൈസയുള്ളവൻ ജയിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിന് ഈ PR മാമൻ്റെ ആ ഒരു വാക്കും കൂടി കേൾക്കണം. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് നടന്നത്? ഇപ്പോൾ ഇനി ഓരോ ആൾക്കാരെ വിളിച്ച് പറഞ്ഞോളൂ പറഞ്ഞു, ആൾ തെറ്റിയിട്ടുണ്ട്. ആൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചവിട്ടി പുറത്താക്കി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ഇപ്പോൾ അനുമോൾ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കി എന്നല്ലാന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടായി കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവറ്റകൾ പോയിട്ട് പലരുടെയും അവിഹിതങ്ങളാണ് പൊക്കി നോക്കുന്നത്. അത് ഭയങ്കരമായ നെഗറ്റീവാണ്. അപ്പോൾ അനുമോളെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലാക്കി വെച്ച് കൊടുത്തിരിക്കുകയെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് അനുമോളോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെ ഓടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ഈ 12 വർഷം കൊണ്ടുണ്ടാക്കിയ പേര് ഓൾറെഡി കളഞ്ഞു കുളിച്ചിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോഴത് പൊങ്ങി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വരത്തില്ല. അപ്പോൾ പറയാം, അനുമോളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അമ്മമാരുണ്ടാകാം. അമ്മമാരല്ലല്ലോ, ഇനി വരുന്ന തലമുറയല്ലേ അനുമോളെ വിലയിരുത്തുക. അനുമോൾ എങ്ങനെയാണ് ഇനി അറിയപ്പെടുക? ഈ കപ്പ് അടിച്ചു മാറ്റിയ അനുമോള്, PR-നെ വെച്ച് കപ്പ് നേടിയ അനുമോള് നല്ല അറിയപ്പെടുക. അല്ലാതെ ഒരു നല്ല രീതിയിൽ കപ്പ് മേടിച്ച്, ഇപ്പോൾ നല്ല രീതിയിൽ കപ്പ് മേടിച്ച് കുറേ ആൾക്കാരുണ്ട് നമുക്കറിയാം, അവരെ പോലെ അറിയപ്പെടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അനുമോള് ഇനിയും തന്നെ ഇമാതിരി ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നാണക്കേടിന് രക്ഷപ്പെടാമെന്നേ ഞാൻ പറയുള്ളൂ. നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണേ. ബൈ ബൈ.